നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ വെക്കുക. അതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് നോർമൽ വാട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഈ ഒരു ഷേപ്പിലായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ ഇതാ അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരേ ഷേപ്പിൽ ഉണ്ടകളാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഓരോ ഉണ്ടയും ഇതുപോലെ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി അടുപ്പത്ത് പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ പാനിലേക്ക് നമുക്ക് ഓരോ ചപ്പാത്തികളായിട്ട് ചുട്ടെടുക്കുക. ഒരു 10 സെക്കൻഡ് കൂടുമ്പോൾ മറിച്ചിട്ടെടുത്താൽ തന്നെ ചപ്പാത്തി നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.